ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഒരു സ്ത്രീ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അവന്റെ അമ്മ തന്നെ. അമ്മയുടെ ഉദരത്തിൽ നിന്നാണല്ലോ ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത്. അമ്മയാണ് ആദ്യ ഭക്ഷണം കുഞ്ഞിന് നൽകുന്നത്. അമ്മയുടെ സ്പർശനവും അമ്മയുടെ ചൂടുമാണല്ലോ കുഞ്ഞ് ആദ്യം ഏൽക്കുന്നത്. അമ്മയോളം നമ്മെ സ്നേഹിച്ചിട്ടുള്ള മറ്റൊരു ജീവിതമോ ജന്മമോ ഉണ്ടാവുകയില്ല. ഏറ്റവും അധികം നമ്മെ സ്നേഹിച്ചതും ഏറ്റവും അധികം തവണ കഞ്ഞി വിളമ്പി തന്നതും ഏറ്റവും അധികം നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ടുള്ളതും എല്ലാവർക്കും അവരുടെ അമ്മ തന്നെയായിരിക്കും. പഴയ ഒരു ചിത്രത്തിൽ രണ്ട് ചെങ്ങാതിമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഒരു ചെങ്ങാതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അമ്മയോട് എപ്പോഴും വഴക്കിട്ട് പിണങ്ങി ഇരിക്കുന്നത് എന്ന്. അതിന് കൂട്ടുചെങ്ങാതി പറയുന്ന മറുപടി ഇങ്ങനെയാണ്: സഹോ, നമ്മെ വിട്ട് പോകില്ലെന്ന് നമുക്കുറപ്പുള്ള ഒരു ജന്മം മാത്രമേ ഈ ലോകത്തിലുള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. നമ്മുടെ കുറവുകളിലും നമ്മുടെ പരിമിതികളിലും നമ്മുടെ തോൽവികളിലും നമ്മുടെ ജയങ്ങളിലും നമ്മോടൊപ്പം സങ്കടപ്പെടുവാനും സന്തോഷിക്കുവാനും നമ്മോടൊപ്പം എപ്പോഴും നടക്കുന്നത് നമ്മുടെ അമ്മ തന്നെയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഏറ്റവും അധികം നയനങ്ങളിൽ നിന്നും കണ്ണുനീരൊഴുക്കിയതും ഒരു അമ്മ തന്നെ. അത്തരത്തിൽ പരിമിതിയുള്ള ഒരു കുഞ്ഞിന് വേണ്ടി, ഭൂതബാധയാൽ പ്രയാസപ്പെടുന്നതായ ഒരു മകൾക്ക് വേണ്ടി ക്രിസ്തുവിനോട് അവൾക്ക് സൗഖ്യം നേടിക്കൊടുക്കുവാനായി അപേക്ഷിക്കുന്ന ഒരു അമ്മയുടെ വല്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ വേദവായന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്ത്രീ ഒരു നാനായക്കാരിയാണ്. യേശു തമ്പുരാൻ ഒരു യഹൂദനും. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുള്ളതായ വിഭാഗമാണ് നാനായക്കാർ എന്നുള്ളത്. തമ്മിൽ സംസാരിക്കുവാനോ സംബന്ധം പുലർത്തുവാനോ ഒന്നും സ്വാതന്ത്ര്യമോ ഒന്നും തന്നെ ഇല്ലാതെ ഇരിക്കെ ഈ സ്ത്രീ രത്നം യേശു തമ്പുരാന്റെ അടുക്കൽ വന്ന് തന്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി ക്രിസ്തുവിനോട് അപേക്ഷിക്കുകയാണ്. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് കെഞ്ചിക്കൊണ്ട് ഈ അമ്മ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. യേശു തമ്പുരാൻ ഉത്തരമൊന്നും നൽകുന്നില്ല. പിന്നീട് ചോദിക്കുകയാണ്, യജമാനൻ ഭക്ഷണം ആർക്കാണ് നൽകുന്നത്? അവരുടെ മക്കൾക്കല്ലേ, നായ്ക്കുട്ടികൾക്ക് അല്ലല്ലോ എന്ന്. പക്ഷേ ഒരു മാസ് ഡയലോഗ് അടിച്ചുകൊണ്ട് ഈ അമ്മ പറയുകയാണ്, യജമാനന്റെ ഭക്ഷണമേശയിൽ നിന്നും വീഴുന്ന ഭക്ഷണം അത് നായ്ക്കുഞ്ഞുങ്ങളും കഴിക്കുന്നുണ്ടല്ലോ എന്ന്. ഈ സ്ത്രീയിൽ കാണുന്ന വലിയ വിശ്വാസം കണ്ട് യേശു തമ്പുരാൻ ആ ക്ഷണത്തിൽ തന്നെ ആ മകളുടെ ആവശ്യം നിറവേറ്റിക്കൊണ്ട്, നിന്റെ ആഗ്രഹം എന്താകുന്നുവോ അത് ഈ നിമിഷം തന്നെ നിറവേറ്റപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് സൗഖ്യം നൽകുകയാണ്. വലിയ നോമ്പിന്റെ ദിനങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ ഇത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, നഷ്ടങ്ങളെ ലാഭപ്പെടുത്തുന്നതായ, നമ്മിൽ നിന്നും തിരികെ വരുവാനായി സാധ്യതകൾ ഒന്നുമില്ല എന്ന് കരുതുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ കരം എത്രത്തോളം ശക്തിയുള്ളതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായ ദിനങ്ങളാണ് ഇത്. നിറത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ജാതിയുടെയും ഒക്കെയും പേരിൽ വർണ്ണവിവേചനങ്ങളാലും യുദ്ധങ്ങളാലും കലഹങ്ങളാലും ഒക്കെയും നെടുവീർപ്പെട്ടുകൊണ്ട് കഴിയുന്നതായ ഒരു കാലത്ത് എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് ഈ സ്ത്രീ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. യേശു തമ്പുരാനും എല്ലാ ലംഘനങ്ങളെയും എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ പുതിയ നിയമത്തിൽ ഈ സ്ത്രീയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവളുടെ ആവശ്യം മനസ്സിലാക്കി അവളെ സുഖപ്പെടുത്തുന്നുണ്ട്. ഈ ദിനങ്ങളൊക്കെയും നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുവാനായിട്ടുള്ള കാലമാണ്. മനുഷ്യൻ ദൈവത്തോടും മനുഷ്യൻ
മനുഷ്യനോടും നിരപ്പാവുകയും അവരോട് സഹായിക്കുകയും ചെയ്യേണ്ടുന്നതായ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെയും നമ്മുടെ ചുറ്റിനും നടക്കുമ്പോഴും നാം കൊല്ലുകയും നാം അപായപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങളെ തന്നെയാണ് എന്ന് പലപ്പോഴും പലരും മറന്നു പോകുന്നുണ്ട്. പണ്ട് ഈ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു ചെറിയ കഥ ഓർത്തു പോവുകയാണ്. ഒരു ചെറിയ ആദിവാസി കോളനിയിൽ പ്രസവ വേദനയോടുകൂടി നെടുവീർപ്പിട്ട് കഴിയുന്നതായ ഒരു കൊച്ചു പെൺകുട്ടി. ചികിത്സിക്കുവാനായി ആരും അരികെയില്ലാത്ത അവസ്ഥയിൽ തന്റെ പ്രിയ ഭർത്താവ് 11 കിലോമീറ്റർ ഈ പ്രിയ പത്നിയെ താണ്ടിക്കൊണ്ട് തന്റെ തോളിൽ ചുമന്നുകൊണ്ട് വനവും കല്ലുകളും മുള്ളുകളും ഒക്കെയും താണ്ടിക്കൊണ്ട് ഒരു ആശുപത്രിയിൽ കടന്നു പോകുന്ന ചിത്രം അന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ ആർജിക്കുവാനായി ഇടയായി. ആ അമ്മ പ്രസവിച്ചു തിരികെ ഭവനത്തിൽ വന്നു. ഈ മനുഷ്യന്റെ വല്ലാത്ത സ്നേഹം കണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ധാരാളം ആളുകളും ന്യൂസ് റിപ്പോർട്ടർമാരും ഒക്കെ ഈ ഭവനത്തിലേക്ക് തടിച്ചുകൂടുകയാണ് ഈ മനുഷ്യന്റെ ഒരു വാക്കിന്റെ അഭിപ്രായം കേൾക്കുവാനായി. എന്താണ് താങ്കളെ ഇത്രയധികം ഈ ഭാര്യയെ സ്നേഹിക്കുവാനായി പ്രചോദിപ്പിച്ചത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒറ്റ വരി മാത്രം മറുപടി നൽകുകയാണ്: എൻ പെണ്ണ് എൻ പൊന്ന്, എൻ പെണ്ണ് എൻ പൊന്ന്. പലപ്പോഴും ബന്ധങ്ങളൊക്കെയും ബന്ധനങ്ങളായി തീരുന്നതായ ഒരു കാലത്ത് ബന്ധങ്ങൾ എങ്ങനെയാണ് പൊന്നുപോലെ നിലനിർത്തേണ്ടുന്നത് എന്ന് നമ്മെപ്പോലെ പഠിപ്പോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു ആദിവാസി പയ്യൻ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാളുകൾ മനുഷ്യരോടും ദൈവത്തോടും നിരപ്പാവുകയും അവരോട് നഷ്ടപ്പെട്ടു പോയതായ ബന്ധങ്ങൾ തിരികെ സ്ഥാപിക്കുകയും ചെയ്യേണ്ടുന്നതായ കാലമാണ്. ആ കാലത്തിൽ നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ സുഹൃതങ്ങളും ഒക്കെയും അത്തരത്തിൽ മനുഷ്യരെയും ദൈവത്തെയും അവരെയൊക്കെയും പ്രീതിപ്പെടുത്തുന്നതായ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളൊക്കെയും മാറ്റപ്പെടുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ ഇടയാക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ദേവാലയത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങൾ ഈ ആഴ്ചയോടുകൂടി അവസാനിക്കുന്നു എന്ന് അതിയായ വേദനയോടുകൂടി മനസ്സിൽ ഓർക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് പുതുപ്പള്ളി പള്ളിയിൽ വരണമെന്ന്. കാലം അല്പം കൂടി നീങ്ങിയപ്പോൾ മനസ്സിൽ വിചാരിച്ചു ഇവിടുത്തെ പെരുന്നാളിൽ സംബന്ധിക്കണമെന്ന്. അല്പം കൂടി യൗവനമായപ്പോൾ വിചാരിച്ചു ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്ന്. സെമിനാരിയിൽ കയറിയപ്പോൾ മനസ്സിൽ ഒത്തിരി സ്വപ്നം കണ്ടിരുന്നു. ഷെമ്മാശന്മാർ പോകുന്നത് പോലെ ഈ ദേവാലയത്തിലും ഒരു സെമിസ്റ്റർ കടന്നു വരുവാനായിട്ട് ഭാഗ്യം ലഭിക്കണമേ എന്ന്. പ്രാർത്ഥനകൾ ദൈവം കേട്ടു എന്ന് തന്നെ മനസ്സിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒരു ആഗ്രഹം മാത്രം ബാക്കി നിൽക്കെ, ഏതൊരു പുരോഹിതനെ പോലെയും ഈ പുണ്യഭൂമിയിൽ ഈ ത്രോണോസിന്റെ മുൻപാകെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയധികം സന്തോഷവും ഒത്തിരിയധികം അനുഗ്രഹങ്ങളും കൂടിയാണ് ഈ ദേവാലയത്തിൽ നിന്നും മടങ്ങി പോകുന്നത്. ഞാൻ ഓർക്കുകയാണ്, നിങ്ങളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ്. എന്നും ഈ ദേവാലയത്തിൽ കടന്നു വരുവാനും വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ അരികെ നിന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനും സങ്കടവും സന്തോഷവും ഒക്കെ കടന്നു വരുമ്പോഴും ഓടി പറയുവാനായിട്ടൊരു ഇടമുള്ളത് എത്രയോ സന്തോഷമുള്ള സംഗതിയാണ്. സത്യത്തിൽ നിങ്ങൾ ഒത്തിരി ഭാഗ്യമുള്ളവരാണ്. ഈ ഭാഗ്യാവസ്ഥയിൽ അല്പനാളുകൾ നിങ്ങളോടൊപ്പമായിരിക്കുവാനായി എനിക്കും ഇട നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ കാലം അത്രയും വേണ്ടുന്ന ഉപദേശങ്ങളും വാത്സല്യവും ഒക്കെയും നൽകി വഴി നടത്തിയത് സർവശക്തനായ ദൈവം തമ്പുരാൻ തന്നെയാണ്. ആ ദൈവത്തിന്റെ മുൻപിൽ എല്ലാ നന്ദിയും എല്ലാ മധ്യസ്ഥതകളും യാചിക്കുന്നു. കഴിഞ്ഞ കാലം അത്രയും ഇവിടെ വേണ്ടുന്നതായ ഉപദേശങ്ങൾ പകർന്നു നൽകിയത് ദേവാലയത്തിലെ വികാരി അച്ഛന്മാരാണ്. സഹോദരതുല്യം തമ്മിൽ സ്നേഹിച്ച് സഹോദരതുല്യം തമ്മിൽ കരുതുന്നതായ ഈ വൈദിക ശ്രേഷ്ഠരുടെ കരുതലും സ്നേഹവും കാണുവാനും അത് ജീവിതത്തിൽ മാതൃകയാക്കുവാനും എനിക്കും ഇടയാകുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കുകയാണ്. ദേവാലയത്തിലെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ,
കടന്നു വന്നതായ ശുശ്രൂഷിച്ചതായ ഗായക സംഘ അംഗങ്ങൾ, സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥന യോഗങ്ങൾ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഒരു കാര്യം മാത്രം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങളൊക്കെയും കുറവുകളും ബലഹീനതകളും ഒക്കെയും ഉള്ളവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങളുടെ കണ്ണുനീരുകളാണ് ഞങ്ങളുടെ ബലം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സഭയെയും ഓർക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ സെമിനാരികളെയും ഓർക്കണമേ. ഇന്നുവരെ നിങ്ങൾ നൽകിയതായ എല്ലാ സ്നേഹത്തിനും, എല്ലാ കരുതലിനും, എല്ലാ ഓർമ്മകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട്, സ്നേഹിച്ച, കരുതിയ, പുഞ്ചിരിച്ച എല്ലാ മുഖങ്ങളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് അടിവര കുറിക്കുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.